ഇപ്പോഴേ നമ്മുടെ സ്കൂൾ അന്തരീക്ഷം എവിടെ പോകുന്നു? കുട്ടികളെ സ്കൂളിലേക്ക് വിടാനുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത്. നമ്മളുടെ മക്കളെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനത്തോടെ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. പണ്ടൊക്കെയാണെങ്കിൽ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് നഷ്ടപ്പെട്ടു പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ. കുട്ടികളാണ് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളും ഒക്കെ പഠിക്കുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ആകപ്പാടെ കുത്തിഴിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. ലഹരിയുടെ ഉപയോഗം വളരെ വളരെ കൂടിയിരിക്കുന്നു. പിള്ളേരെന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. അതുകൂടാതെ അധ്യാപകർക്ക് ഒരു അക്ഷരം പോലും ഈ വിദ്യാർത്ഥികളോട് പറയാനുള്ള അവസ്ഥ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അധ്യാപകർ കൂച്ചു വിലങ്ങിട്ടിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. കാരണം ഒരു അധ്യാപകർക്ക് പോലും കുട്ടിയെ ശാസിക്കാനോ ഒന്ന് തല്ലാനോ ഉള്ള അവകാശമില്ല. അതൊക്കെ എടുത്ത് കളഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അധ്യാപകർ ചൂരൽ വടി എടുക്കേണ്ട കാലം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ചൂരൽ വടി താഴെയിട്ട അന്ന് തൊട്ട് തുടങ്ങി സ്കൂൾ അന്തരീക്ഷത്തിന് ഞാൻ പല അധ്യാപകരോട് സംസാരിച്ച് കഴിഞ്ഞപ്പം അവർ പറയുന്നത് പണ്ട് ഞങ്ങളുടെ കുട്ടികളെന്ന് കരുതിയാണ് അവരെ ഈ തെറ്റ് കാണുമ്പം ശാസിക്കുകയും അതുപോലെ തന്നെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഞങ്ങളുടെ കുട്ടികളല്ല, മറ്റുള്ളവരുടെ ഒരു കുട്ടിയാണ്. പിന്നെ ഞങ്ങളെന്തിന് ആവശ്യമില്ലാത്ത പുലിവാല് പിടിച്ചു വെക്കുന്നു? ഇന്നൊരു കുട്ടിയെ ശാസിച്ചു കഴിഞ്ഞാൽ നാളെ ഏതെങ്കിലും രീതി മാനസികമായി പീഡിപ്പിച്ചു, എന്തിന് ചൂരൽ വഴിയെടുത്തു, നാളെ ശിശുക്ഷേമ വകുപ്പിൽ നിന്നോ വേറെ ഏതെങ്കിലുമൊക്കെ വകുപ്പിൽ നിന്നോ കൗൺസിലിങ്ങും ഒക്കെ അധ്യാപകരെ തേടി വരുന്ന ഒരു കാലമാണ്. അങ്ങനെ പല പല കമ്മിറ്റികളും പല പല രീതിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അധ്യാപകർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അധ്യാപകരെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഓരോ അധ്യാപകരും വിചാരിക്കും പിന്നെ എനിക്കെന്തിൻ്റെ കാര്യം, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ ഇടപെടേണ്ട കാര്യമില്ല. അവരായി അവരുടെ പാടായി. അവർ വിചാരിക്കുന്നു കുട്ടികളെ പഠിപ്പിച്ചിട്ട് പോവുക, വേണമെങ്കിൽ പഠിക്കും, വേണ്ടെങ്കിൽ പഠിക്കണ്ട, എനിക്കെന്താണ്. ഈ അധ്യാപകനെ സംബന്ധിച്ച് അവനൊരു കുടുംബമുണ്ട്. അവൻ ഏതെങ്കിലുമൊക്കെ കേസിലൊക്കെ പെട്ട് കഴിഞ്ഞ് അവനേതെങ്കിലും ഉദ്യോഗ തലത്തിൽ നിന്നോ ഒക്കെ ഇവന് വലിയ വലിയ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും. നിസ്സാര കാര്യമാണ്, കുട്ടി ഒരു തെറ്റ് കാണിച്ചു, അവനെ ഒന്ന് ശാസിച്ചു. അത് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും മാതാപിതാക്കളെ വല്ല രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ പറയാനും വേണ്ട. നാളെ തൊട്ട് ഭീഷണിയായി, പ്രശ്നമായി. ആ അധ്യാപകന് എവിടൊക്കെ അധ്യാപകൻ്റെ പേര് കൊടുക്കാമോ കേസുകളെല്ലാം അത് കൊടുത്തിരിക്കുക എന്നുള്ളത്. കുട്ടികളുടെ പേരെയാണ് പരാതി വയ്ക്കുന്നത്. മാനസികമായി പീഡിപ്പിച്ചു, അവൾ ആകപ്പാട് തകർന്നുപോയി, അല്ലെങ്കിൽ അവൻ ആകപ്പാട് തകർന്നുപോയി എന്നുള്ള രീതിയിൽ. പണ്ട് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അധ്യാപകർ തല്ല് തന്നായി കഴിഞ്ഞാൽ നമ്മളത് പാത്തു വെക്കും, വീട്ടിൽ കാണിക്കത്തില്ല. കാരണം വീട്ടിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിന് തല്ലി, നീ തെറ്റ് കാണിച്ചിട്ടല്ലേ തല്ലിയത്, എന്നിട്ട് വീട്ടിൽ നിന്നും കൂടെ 2 അടി കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ തല്ല് കാണിക്കാതിരിക്കുന്നത്. ഇപ്പം ആ അവസ്ഥ മാറിയിരിക്കുന്നത്. ഇന്ന് കുട്ടികൾ ഏതെങ്കിലും ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥികൾ വീട്ടിൽ വന്ന് പറയാം, അമ്മ അച്ഛ ഇങ്ങനെയാണ് സംഭവം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോഴത്തേന് അന്തയുടെയും തള്ളയുടെയും കൂടെ ദേഷ്യം അങ്ങ് ഇരട്ടിക്കും. ഉടൻ തന്നെ വണ്ടി എടുത്തുകൊണ്ടൊരു പോക്കാ. ഏത് അധ്യാപകനാണ് നിന്നെ വഴക്ക് പറഞ്ഞ്? എൻ്റെ കുഞ്ഞിനെ അങ്ങനൊന്നും അല്ല വളർത്തിയിരിക്കുന്നത്. വളർത്തുദോഷമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. അവൻ്റെ വളർത്തുദോഷമൊന്നും പറയാതിരിക്കുന്നത്. സ്കൂളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ ആകപ്പാടെ പ്രശ്നമാണ്. എന്നാലും തന്തയും തള്ളയും വിചാരിച്ചേക്കുന്ന എൻ്റെ മോൻ നല്ല രീതിയാണ്, എൻ്റെ മോനെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ്, അനാവശ്യമായിട്ടാണ് അധ്യാപകർ വഴക്ക് പറഞ്ഞത്. എൻ്റെ കുഞ്ഞ് ആഹാരം കഴിക്കുന്നില്ല, അതിനുശേഷം അവനൊരു കരച്ചിലായിരുന്നു എന്നൊക്കെയുള്ള മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ട് ഈ മാതാപിതാക്കൾ ഇതിൻ്റെ പുറകെ നടക്കും. പിന്നെ ആ അധ്യാപകനെതിരെ കൊടുക്കാവുന്നതിൻ്റെ പരമാവധി സ്ഥലങ്ങളിലെ കേസ് കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള പല പോലീസ് കേസ് വരെ ആയ കേസുകളുണ്ട്. അതുപോലെ ഒരു വശത്ത് PTA എന്ന് പറയുന്ന ഒരു സംഘടന ഈ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാനും ഈ സ്കൂളിൻ്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്താനും ഒക്കെയാണ് PTA മീറ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ മാറിയിരിക്കുന്നു. പല സ്കൂളുകളുടെ അധ്യാപകരുമായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ അവരുടെ HMO ഒന്നുമല്ല, അല്ലെങ്കിൽ പ്രിൻസിപ്പാളല്ല അവിടുത്തെ ഉടമസ്ഥൻ. ഇത് PTA പ്രസിഡൻ്റാണ് അവിടെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതൊക്കെ. അങ്ങേർക്ക് വല്ല രാഷ്ട്രീയമായിട്ട് അല്പം പിടിപാടാണെങ്കിൽ പിന്നെ പറയാനും വേണ്ട. ഒരു അധ്യാപകനെ എങ്ങനെ ചെയ്യണം, അധ്യാപകനെ സ്ഥലം മാറ്റുന്നോ, അധ്യാപകന് എപ്പം വരണം, എപ്പം പോകണം, എങ്ങനെ ക്ലാസ് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഈ PTA പ്രസിഡൻ്റാണ്. ആ രീതിയിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം ആകെ മാറിയിരിക്കുന്നു. ഞാൻ പല സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴൊക്കെ അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. അവരാകപ്പാടെ സഖി കെട്ടിരിക്കുന്നു.
അവർ വിചാരിക്കുന്ന എങ്ങനെങ്കിലും ഈ ഔദ്യോഗിക ജീവിതം ഒന്ന് കഴിഞ്ഞതിന് ശേഷം പെൻഷൻ വിറ്റ് വീട്ടിൽ ഇരുന്നാൽ മനസ്സമാധാനമുണ്ട് എന്നുള്ളതാണ്. ഓരോ അധ്യാപകൻ്റെ അവസ്ഥ ഇതാണ്. പണ്ട് അങ്ങനല്ലായിരുന്നു. ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് അധ്യാപകൻ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ അധ്യാപനം ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ വീണ് മരിക്കണേ എന്നായിരുന്നു ആഗ്രഹിച്ചിട്ടിരുന്നത്. ഇപ്പം അതൊക്കെ മാറിയിരിക്കുന്നു. കാലത്തിൻ്റെ ഒരു പോക്ക്, കാലത്തിൻ്റെ പോക്കല്ല, രാഷ്ട്രീയക്കാർ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വിദ്യാലയത്തിലെ മേലധികാരി എന്ന് പറയുന്ന PTA പ്രസിഡൻറ്റും അതുപോലെ കുറച്ച് എന്താ പറയുന്നത് കുട്ടികളുമാണ്, അവരാണ് നിയന്ത്രിക്കുന്നത്. ആര് പഠിക്കണം, എന്ത് പഠിക്കണം. വിദ്യാർത്ഥി സംഘടനകൾ പണ്ടുള്ള KSU ആയാലും FFI ആയാലും ABVP ആയാലും വിദ്യാർത്ഥി സംഘടനകൾ എന്ന് പറയുന്ന ആ സ്കൂളിൽ ഉണ്ടാകുന്ന കൊള്ളരുതായ്മയ്ക്കെതിരെ ഈ സമരം ചെയ്യുവാനും അതിനെ ചോദ്യം ചെയ്യാനുമുള്ള ശക്തമായ സംഘടനകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പം ഉന്നത നേതൃത്വങ്ങളിൽ നിർദ്ദേശം വരും, അതിനനുസരിച്ചാണ് ഈ ചെറിയ സംഘടനകൾ തന്നെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കാലത്ത് ഇപ്പം ഒരു കുട്ടി സ്കൂൾ വിട്ട് 4 മണി അല്ലെങ്കിൽ 4:30 5 മണിക്കുള്ളിൽ വീട്ടിൽ വന്നില്ലെങ്കിൽ അത് ചോദിക്കാൻ ആളുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും അല്ല. ഇപ്പം പിള്ളേരൊക്കെ വന്ന് കയറുന്ന സമയം തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ പല ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ പല ജംഗ്ഷനിൽ നിൽക്കുമ്പം കുട്ടികൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ണടച്ച് പോരാറുണ്ട്. കാരണം ഇതൊക്കെ എന്താണ്, ആരോട് പറയാനാണിത്? പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിയായിരുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ അറിയുമോ എന്നുള്ള പേടി. ഇപ്പം അങ്ങനൊന്നുമില്ല. അതുപോലെ എല്ലാവരും രക്ഷകർത്താക്കളായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കും വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് നടന്നാണ് പോകുന്നത്. നടന്നു പോയി ആ വഴി കാണുന്ന വീട്ടുകാരും നാട്ടുകാരും എല്ലാം നമ്മുടെ രക്ഷകർത്താക്കളാണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവർ ശാസിക്കും, നമുക്കതിന് വിഷമമില്ല. അതുപോലെ നമ്മുടെ വീട്ടുകാർക്കും വിഷമമില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് നമുക്കറിയാവുന്ന ഒരു കുട്ടി ഏതെങ്കിലും ഒരു തെറ്റ് കാണിച്ച് നമ്മൾ റോഡിൽ നിന്ന് ശാസിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തന്തയും തള്ളയും ചോദിച്ചു പോയി, നീ ആണോടാ ചിലവിന് കൊടുക്കുന്നത്? എൻ്റെ കുട്ടിയെ ശാസിക്കാൻ ഞങ്ങളുണ്ട്, നീ എന്തിനാ ശാസിക്കുന്നത് എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ അവനൊരു തെറ്റ് കാണിച്ചു, അത് അവൻ്റെ വീട്ടിൽ അറിയിക്കുകയാണെങ്കിൽ ചോദിക്കും, എൻ്റെ കുഞ്ഞങ്ങനൊന്നും ചെയ്തില്ല, നിങ്ങൾക്ക് തോന്നിയതാ, നിങ്ങൾ പറഞ്ഞുണ്ടാക്കുക, എൻ്റെ കൊച്ചിനെപ്പറ്റി ആവലാതി പറഞ്ഞുണ്ടാക്കുക നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളുമായിട്ട് മിണ്ടാതാവും. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പം മാതാപിതാക്കൾ സംബന്ധിച്ച് അമിതമായി കുട്ടികളെ ആശ്രയിക്കുന്നു, കുട്ടികളെ എൻ്റെ മോൻ തെറ്റ് കാണിക്കത്തില്ലെന്ന്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് അവൻ ലഹരിക്ക് അടിമപ്പെട്ടുന്നു, പല കേസുകളിലും പ്രതിയാകുന്നു എന്ന് കഴിയുമ്പോഴത്തേന് ഈ മാതാപിതാക്കൾ ആകെ തകർന്നു പോകാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടം പോലെ ചൂരൽ വടിയെടുത്ത് അധ്യാപകനെ കുട്ടികളെ ശിക്ഷിക്കാനുള്ള അധികാരം കൊടുക്കുക. ആ ചൂരൽ വടി എടുക്കേണ്ട കാലം തന്നെ ആയിരിക്കുന്നു. പണ്ട് സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ ഞങ്ങളുടെയൊക്കെ അധ്യാപകൻ്റെ ചൂരൽ വടിയുണ്ട്. മിക്കവാറും ഞങ്ങളെ ശിക്ഷിക്കേണ്ടി വന്നിട്ടില്ല. ശിക്ഷിക്കാതെ തന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു ടീച്ചറായിരുന്നു. ടീച്ചറിനെ സംബന്ധിച്ച് ടീച്ചർ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് മായി തോന്നുന്നതെല്ലാം പറഞ്ഞു കഴിയുമ്പം തന്നെ നമ്മളുടെ ഗ്യാസ് പോകും. ടീച്ചറിനെ കാണുന്നതിനെ പേടിയായിരുന്നു. അത് മായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയും. ടീച്ചർക്ക് ഒരിക്കലും ചൂരൽ വടി എടുക്കേണ്ടി വന്നിട്ടില്ല. അതിന് ടീച്ചറെ ഒരിക്കൽ പോലും നമ്മുടെ രക്ഷകർത്താക്കൾ ശാസിച്ചിട്ടില്ല. കാരണം അവർ പറയുകയാണെങ്കിൽ ടീച്ചറിനോട് പറയുന്നത് 2 കൊടുക്കാൻ വയ്യായിരുന്നു, ടീച്ചർ കാല് പൊട്ടണം എന്നായിരുന്നു പറയുന്നത്. ഇന്നത്തെ കാലത്ത് തന്തമാരും തള്ളമാരും പറയത്തില്ല, എൻ്റെ കുഞ്ഞിനെ എന്തിനടിച്ചു എന്നാണ് ചോദിക്കുന്നത്. ആ അവസ്ഥയാണ്. അവൻ്റെ തെറ്റ് ഒരു കാരണവശാലും അവർ കാണുന്നില്ല. അവനെ എന്തിന് ശിക്ഷിച്ചു എന്നാണ് തോന്നുന്നത്. അവനെ ശിക്ഷിക്കാൻ ഞങ്ങളുണ്ട്, ഞങ്ങളാണ് ചെലവിന് കൊടുക്കുന്നത്, ഞങ്ങളുണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാതാപിതാക്കൾ എത്തിയെടുത്താണ്. അതുപോലെ അധ്യാപകർക്ക് അതിനുള്ള അവരുടെ അവർക്ക് അതിനുള്ള അധികാരം തന്നെ എടുത്തു കളഞ്ഞു. അതുപോലെ PTA സ്കൂളിൻ്റെ രാഷ്ട്രീയക്കാരും PTA മിക്കവാറും PTA നേതൃത്വങ്ങളും പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ തന്നെ ഈ രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ളവരാണ്. അവർ ഈ രാഷ്ട്രീയം ഇതിനകത്ത് കലർത്തി വരുമ്പോഴത്തേന് ഈ സ്കൂൾ ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ പറയേണ്ടി വരും അവസ്ഥയിലാണ്. പിന്നെ
കുട്ടികളുടെ അമിതമായ സാമ്പത്തികം. ഞാനെപ്പോഴും വിചാരിക്കും, അന്നൊക്കെ എന്ന് പറഞ്ഞൊരു മുട്ടായി മേടിക്കാൻ നമ്മൾ വിഷുവൊക്കെ വരണം, വിഷുക്കൈനീട്ടം കിട്ടണം. അത് തന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും 10 പൈസയൊക്കെ കിട്ടി ഒരു മിഠായി മേടിച്ച് എല്ലാവരും കൂടെ പങ്കിട്ട് കിടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. പക്ഷേ ഈ സ്ഥാനത്ത് നിന്ന് കുട്ടികളുടെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട്. കാശ് മാതാപിതാക്കളായാലും പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാശൊക്കെ അമിതമായി അവർ ഉപയോഗിക്കുന്നു, ലഹരി വസ്തുക്കൾ തേടി അലയുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഈ സ്കൂൾ സമ്പ്രദായം അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ ഈ രീതിയിലായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല അവസരമാണ്. ഗവൺമെൻറ് ആയാലും നാട്ടുകാരായാലും വിദ്യാർത്ഥി സംഘടനകളായാലും എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് നമ്മളെ ലഹരിയിൽ നിന്ന് കുട്ടികളെ അല്ലെങ്കിൽ സ്കൂൾ അന്തരീക്ഷത്തെ മോചിപ്പിക്കാം. അമിതമായ രാഷ്ട്രീയ അധികാരങ്ങൾ എടുത്ത് കളയുക. ഈ സ്കൂളിൻ്റെ അധികാരി അവിടുത്തെ HMO അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനോ അവിടുത്തെ അധ്യാപകർക്കും വിട്ടുകൊടുക്കുക. ശിക്ഷിക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കുക. രക്ഷകർത്താക്കൾ അമിതമായി സ്കൂളിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, PTA എങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം പഴയതുപോലെ മനോഹരമായിരിക്കും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. അതിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകുമോ എനിക്കറിയില്ല, കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഓക്കെ.